Hello, good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Morning, morning. Okay, start ചെയ്യാം. Yes, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് തോന്നുന്നത്? ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് അവിടെ വരെയാണ് എടുത്തേ. ആ ഡിസീസസ് ആണ് പറഞ്ഞു നിർത്തിയത്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ എടുക്കണ്ടേ? ഓക്കെ, യെസ്. നമ്മളുടെ ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. ഓരോ ഹെൽത്ത് ഇൻഷുറൻസിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള എക്സ്ക്ലൂഷൻസ് ഉണ്ടാകും. കുറച്ചൊക്കെ എന്താ പറയാ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഡിസീസസ് ഉണ്ടാകാം. ചില ഡിസീസസിന് എന്താ പറയാ വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓൾ ദ കണ്ടീഷൻസ്, എന്ത് കണ്ടീഷൻസ് ആണോ ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുക. അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അവരത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും. നൗ നമുക്ക് പഠിക്കാനുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചില ടൈപ്സ് ആണ്. ഏതൊക്കെ തരത്തില് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. ഹോസ്പിറ്റലൈസേഷൻ കവർ മീൻസ് ദ insurance plan which provides the cover for all expenses during the hospitalization like the treatment for any illness or accident. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാരണങ്ങളാൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അതിൽ നിന്നുണ്ടാകാവുന്ന എല്ലാ ചെലവുകളും കിട്ടുന്ന രീതിയിലുള്ള കവർ, ആ ഒരു എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കവറേജ് കിട്ടുന്ന പ്ലാൻ, അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, അതൊരു പ്രത്യേക രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നോ എന്തെങ്കിലും രോഗം വന്നോ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ട്രീറ്റ്മെന്റുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മറ്റു ചെലവുകളൊക്കെ വരും. ഇതെല്ലാം കൂടി ഒരു കവറേജ് ആയിട്ട് ഇൻഷുറൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ആരാണോ ആ ഒരു എമൗണ്ട് കിട്ടേണ്ട വ്യക്തി അവരെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ ഇൻഷുറർ ആ ഇൻഷുറൻസ് അത് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഹോസ്പിറ്റലൈസേഷൻ കവർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് എവരിതിങ്. ഇറ്റ്സ് ആൻ ഇൻഡെമിനിറ്റി കവർ. ഒരു നഷ്ടപരിഹാരമാണ്. കാരണം നമുക്ക് നമ്മളുടെ പണനഷ്ടം, ഈ പറയുന്ന രോഗങ്ങൾ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, അപ്പൊ നമുക്ക് ഒരുപാട് പണത്തിന്റെ ചെലവുകൾ വരുന്നു. ആ ഒരു നഷ്ടത്തിന് പരിഹാരമാണ് നമ്മളുടെ ആ ഒരു നഷ്ടത്തെ നമുക്കുണ്ടാകാവുന്ന അത്തരം ഫിനാൻഷ്യൽ സഫറിങ്സിനെ ഇല്ലാതാക്കാൻ കുറയ്ക്കാൻ ഒക്കെ വേണ്ടി തരുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യപ്പെടുന്നത് എന്തിന്റെ ബേസിസിലാണെന്ന് അറിയാമോ? അക്കോർഡിംഗ് ടു ദ ബിൽസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് എക്സെട്ര. അതായത് ഇതിന് വെറുതെ അങ്ങനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അതേ ഹോസ്പിറ്റലിൽ ഇത്ര രൂപ ചെലവായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊന്നും വിളിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഇൻഫോം ചെയ്യുന്നു, നമുക്ക് ക്ലെയിം വേണം, വി ആർ ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ ഐ ആം ഹോസ്പിറ്റലൈസ്ഡ് എന്നുള്ള കാര്യം അറിയിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. ഇൻഷുററിനോട് നമ്മളുടെ പേയ്മെന്റ് തരാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ്, ആ ഒരു അപേക്ഷ അല്ലെ അല്ലെങ്കിൽ അഭ്യർത്ഥന, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. ആ ക്ലെയിം മാത്രമേ നമ്മൾ അറിയിക്കേണ്ട ആവശ്യമുള്ളൂ. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റൽസ് തമ്മിലാണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്ക് പല കാര്യങ്ങളും അന്വേഷിച്ച് അറിയാനുണ്ടാകും. എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള രോഗമാണ്, എത്രത്തോളം സീരിയസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ചോദിച്ചന്വേഷിക്കും. അതിനുശേഷം അതിന്റെ ബില്ലുകളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഡോക്യുമെന്റിന്റെ ബേസിസിൽ മാത്രമാണ് ഈ പറയുന്ന എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ വിളിച്ചു പറഞ്ഞാൽ മാത്രം പോരാ. അപ്പൊ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ കവർ ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കവറേജ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ എക്സ്ക്ലൂഷൻസ്, ലിമിറ്റേഷൻസ്. ഓരോന്നിനും അതിൻ്റെതായ എന്ത് കവറേജ് കൊടുക്കും എന്നുള്ള കാര്യങ്ങളും
എന്തൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ പരിമിതികൾ അതിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഇൻഷുറൻസിനും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? ഹോസ്പിറ്റലൈസേഷൻ കവർ ക്ലിയർ ആയോ? ഇതിനകത്ത് ഒരു ചെറിയൊരു വേർഡ് ഓൾ ദ എക്സ്പെൻസസ് ആർ ഒരു എന്താ പറയാ മെറ്റ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നോട്ടിൽ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓൾ എക്സ്പെൻസസ് ആർ നെറ്റ് എന്നാണ് കിടക്കുന്നത്. അത് മെറ്റ് എന്നാണ്. ആണോ? നെറ്റാണോ നെറ്റാണോ കിടക്കുന്നത്? മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് മെറ്റ്. എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യപ്പെടുന്നത് ആരെങ്കിലും ഒന്ന് പറയും. ഓക്കെ, മെറ്റ് എന്നാക്കുക. അങ്ങനെയാണെങ്കിൽ എം ആക്കുക. ടെച്ച് അല്ല, എന്ന് മാറ്റി എം ആക്കുക. സെന്റൻസ് കണ്ടോ എല്ലാവരും? ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്ന ടോപ്പിക്കില് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് all the expenses are met based on the details mentioned on the required bills and hospital documents. Okay. Hospitalization cover in the first sentence underline ചെയ്യണേ. Hospitalization cover provides the insured cover for all the expenses arising out of hospitalization owing to treatment needed for illness or accident. അവിടെ വരെ underline ചെയ്തേ. ചെയ്തോ? എന്നിട്ട് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് പെട്ടെന്ന്. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് നിങ്ങളോട് വേഗം വായിക്കാൻ പറയുന്നത്. പെട്ടെന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോട്ടെ. നെക്സ്റ്റ് വൺ ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഒരു റിയാക്ഷൻ ഇല്ലല്ലെന്ന് തെറ്റി സ്ലോമോ പോലെ തോന്നണത്. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ലാഗ് വരുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നതിൽ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് കുറച്ചധികം കഴിഞ്ഞാണോ നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് അറിയാനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. പെട്ടെന്ന് ആൻസർ വരാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. നെക്സ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ടൈപ്പ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഇതിനകത്ത് ഓൾസോ മെറ്റ്സ് ഓൾ ദ എക്സ്പെൻസസ്. അതായത് നമ്മുടെ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ തൊട്ട് മോളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ അതിനകത്ത് ഉൾപ്പെടാത്തതായിട്ടുള്ള ചില എക്സ്പെൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇന്നതൊക്കെ ചിലപ്പോൾ ഇതിന്ന് അവോയ്ഡ് ചെയ്തിരിക്കുന്നു. ഹോസ്പിറ്റലൈസേഷൻ കവറിൽ അതൊന്നും ഇല്ല. അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ചില എക്സ്പെൻസ് കൂടി കവറേജ് കൊടുക്കുന്ന എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും അവിടുത്തെ ട്രീറ്റ്മെന്റിന്റോ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുടെ ഒക്കെ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യുന്നു. നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുന്നത്. എന്നാൽ ഇതിൽ പറയാത്ത ചില ചെലവുകൾ അല്ലെങ്കിൽ പെടാത്തതായിട്ടുള്ളതുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ടൈപ്പിനും ചെറുതായിട്ടും അല്ലെങ്കിൽ വലുതായിട്ടും ഒക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാം ഒരുപോലത്തെ കവറേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ അതില് കാര്യമില്ല അല്ലെ. ഓരോ ടൈപ്പ് ഓഫ് ഓരോ ഇൻഷുറൻസ് കമ്പനിയും പ്രൊവൈഡ്സ് അവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും. ചെറുപ്പം വലുതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് പുതിയ പുതിയ ഇൻഷുറൻസുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓരോ മാറ്റങ്ങൾ നമുക്കറിയാം. ഓരോ വർഷം ചെല്ലുന്തോറും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇക്കോണമിയിലും മനുഷ്യന്മാരുടെ ലൈഫ് സ്റ്റൈലില് മനുഷ്യന്മാരുടെ രോഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതനുസരിച്ച് തീർച്ചയായിട്ടും നമ്മളും ആ മാറ്റങ്ങളൊക്കെ ഇൻഷുറൻസിനകത്ത് കൊണ്ടുവരും. അപ്പൊ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കൊടുക്കാത്തതായിട്ടുള്ള മീറ്റ് ചെയ്യപ്പെടാത്തതായിട്ടുള്ള എക്സ്പെൻസിനെ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ് മാത്രമല്ല അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള വല്ല ചെലവുകളും കൂടി വരും. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അവിടുത്തെ എന്താ പറയാ ബില്ലുകള് അതൊക്കെ നോക്കിയിട്ടുള്ള എക്സ്പെൻസ് ആണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിനോട് ബന്ധപ്പെട്ട ചില ചെലവുകളുണ്ട്. ലൈക്ക് നമുക്കറിയാം ഈ പേഷ്യന്റിന് ഇപ്പൊ ചിലപ്പോ പേഷ്യന്റിന് തീരെ വയ്യായിട്ട് വലിയ എന്തെങ്കിലും വണ്ടിയൊക്കെ വിളിച്ച് കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഒരു ഹോസ്പിറ്റലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ട്രാവലിംഗ് അതിന്റെ കൺവെയൻസ് ചാർജസ് ചിലപ്പോ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ട്രാവലിങ്ങിന് വേണ്ടി വരുന്നത്, പിന്നെ ആൾക്ക് ആ രോഗിക്ക് കൊടുക്കേണ്ട ഡയറ്റ് പ്ലാൻ അനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതും ചിലപ്പോഴൊക്കെ എക്സ്പെൻസീവ് ആകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെലവുകൾ വരും. അപ്പൊ
അങ്ങനെയുള്ള അതായത് നമ്മുടെ ട്രീറ്റ്മെന്റിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മെഡിക്കൽ എക്സ്പെൻസ് മാത്രമല്ല, അവിടുത്തെ ബില്ല് കൊണ്ടുള്ള മാത്രം ചെലവുകളല്ല, അല്ലാതെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ചെലവുകൾ കൂടി മീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കവറേജ് ആണ് ഇതിൽ കിട്ടുന്നത്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്ലിയർ ആയോ? മനസ്സിലായോ? നോക്കിയൊന്ന് വായിച്ച് മനസ്സിലായോ? യെസ്, മനസ്സിലായിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. സെന്റൻസ് ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്യണേ. അയച്ചല്ലോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറിനകത്തിന് വരുന്ന എക്സ്പെൻസിന് ചില എക്സ്ട്രാ വരുന്ന എക്സ്പെൻസിന്റെ ചില എക്സാമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുകൊണ്ട് ആ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഭാഗം കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എക്സ്പെൻസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനോ വരുന്ന ചെലവുകൾ, പിന്നെ സ്റ്റേ അവിടെ താമസിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവുകൾ, പിന്നെ സ്പെഷ്യൽ ഡയറ്ററി എക്സ്പെൻസുകളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോഴൊക്കെ എക്സ്പെൻസീവ് ആകും. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി വരുന്ന ചെലവുകളൊക്കെ ഇടയിൽ അതൊക്കെ മീറ്റ് ചെയ്യപ്പെടുന്ന എക്സ്ട്രാ നമ്മുടെ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിനേക്കാൾ എക്സ്ട്രാ എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ് അടുത്തത്. ക്രിട്ടിക്കൽ മീൻസ് സീരിയസ് അല്ലെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൽനെസിന് വേണ്ടി കൊടുക്കുന്ന കവറാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കവറേജ് വിച്ച് ഈസ് ഗിവൺ ടു സം സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്. ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മളുടെ എക്സാമ്പിൾ അവിടെ പറയുന്നത് ലൈക്ക് ക്യാൻസർ, പാരാലിസിസ്, തളർന്നു പോകുകയോ ഒരു വശത്ത് ഒരു ബോഡിയിൽ ഒരു പാർട്ട് കൊണ്ടൊരു ഒക്കെ അങ്ങോട്ട് തളർന്നു പോവുക, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗൻ മാറ്റിവെക്കല്, അവയവം മാറ്റിവെക്കുന്നതിനൊക്കെ ഒത്തിരി ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചെലവാകുന്ന ഇതാണ്. വലിയ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, വലിയ വലിയ ഓപ്പറേഷൻസ് ഒക്കെ നടത്തി അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് എമൗണ്ട് ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ചെലവുകൾ അത്തരം സീരിയസ് ഇൽനെസിനെ കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കുറെ ദിവസമൊക്കെ ചികിത്സ കിടന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടൊക്കെ വേണ്ടി വരാം. അതല്ല ഇതില് അപ്പൊ അത് ഇങ്ങനെയുള്ള നമ്മുടെ ഈ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ ചിലപ്പോ എന്താ പറയാ എല്ലാം ഇങ്ങനെയുള്ള ചില അസുഖങ്ങളൊന്നും ചിലപ്പോൾ പെട്ടു വരില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിന്റെ ബിറ്റ്വീനിൽ നമുക്ക് കവറേജ് കിട്ടില്ല അല്ലെ. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് കവറേജ് കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ആ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കിട്ടാത്ത രീതിയിലുള്ള എക്സ്പെൻസുകൾ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരം പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഇതിന് എന്താ പറയാ, നമുക്കറിയാം ഇറ്റ് നീഡ്സ് പ്രൊലോങ്ഡ് റിക്കവറി. കുറച്ച് സമയം എടുക്കും ഇത്തരം രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ വന്നു 2 ദിവസം കഴിഞ്ഞ് മാറുന്ന അസുഖമുള്ള അല്ല. നമുക്കറിയാം ക്യാൻസർ, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരും, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അതിനോട് തുടർന്ന് നടത്തേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതിനും എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ചില ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും അതിനോട് ബന്ധപ്പെട്ട. ക്യാൻസർ ആണെങ്കിൽ എന്താ പറയാ, നമ്മുടെ റേഡിയേഷനൊക്കെ വേണ്ടി ഇടയ്ക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകണം. തീരെ വയ്യാത്ത പേഷ്യന്റ് ആണെങ്കിൽ അതിന് വാഹനമൊക്കെ വിളിച്ചു കൊണ്ടുപോകണം കണ്ടോ. അപ്പൊ ഇൻസിഡന്റൽ ആയിട്ടുള്ള ചാർജസ് അതിനകത്തൊക്കെ വരാറുണ്ട്. ആൻഡ് ഓൾസോ സം ഈ ക്രിട്ടിക്കൽ ഇൽനെസ് കവറിനകത്ത് മറ്റൊരു രീതിയിലുള്ള കാര്യം കൂടി കവറേജ് അവർ കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആ രോഗിയുടെ അവസ്ഥ കൊണ്ട് അവരുടെ വീടിന്റെ ലോസ് ഓഫ് ഇൻകം, അവരുടെ വരുമാനത്തിൽ ഒരുപാട് നഷ്ടം വരും. കാരണം ഇയാളെ ചികിത്സിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ചിലപ്പോൾ ഇയാളെ രോഗിയാണ്, ഇയാൾ ഒരു ജോലി ചെയ്തിരുന്നോണ്ടിരുന്ന ആളാണ്, ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പൊ ഒരു വരുമാന മാർഗം ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ അതിനെയും കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവറേജുകൾ കൊടുക്കും. മനസ്സിലായോ? അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ആ ബ്രാക്കറ്റ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസീസ് ബെനിഫിറ്റ് cover that covers the insured for any serious or critical illness such as cancer, paralysis, major organ transplantation, etc.
അവിടെ വരെ. വായിച്ചു നോക്കിയേ കേട്ടോ. ഈ ഫോർത്ത് മൊഡ്യൂളിലെ 10th ചാപ്റ്റർ ഏതാന്ന് പറയോ? 10ാമത്തെ ചാപ്റ്റർ ചോദിച്ചതാ. ഈ മൊഡ്യൂളില് 10th ചാപ്റ്റർ ഏതാണെന്ന് പറയാമോ? സിലബസ് അല്ല, ഫോർത്ത് മൊഡ്യൂളിന്റെ ചാപ്റ്റേഴ്സിന്റെ പേരുകൾ ഉണ്ടോ? എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? ഇതിന്റെ ഇവിടെ ഇല്ല, പ്രസന്റ് ചെയ്തിരിക്കുന്നതില്ല. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആരെങ്കിലും എടുത്തോ? ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തോ? ഇത് ഇല്ലല്ലേ? അറിയാൻ വേണ്ടിയില്ല, ഏത് ടീച്ചറിന്റെ ടോപ്പിക്കിലാണ് പെട്ടെന്ന് അറിയാനാ. ഓക്കെ, ഞാൻ ചോദിച്ചോളാം. യെസ്, താങ്ക് യു. അടുത്തത്, അപ്പൊ നമ്മളുടെ അടുത്ത കവറേജ് ഏതാ? അപ്പൊ നമ്മൾ പഠിച്ചത് ആദ്യത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും ഫിറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ നമുക്കുണ്ടാകുന്ന സഫറിങ്സ് ഓഫ് ഒരു ഇൻകം അല്ലെ, അല്ലെങ്കിൽ ലോസ് ഓഫ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇൻഡെമിനിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കവറേജ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ബിൽസ്, റിക്വയർഡ് ബിൽസ്, ആവശ്യത്തിന് അതിന്റെ ബില്ലുകളും ഡോക്യുമെന്റിന്റെയും ബേസിസിലാണ്. രണ്ടാമത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പെടാത്ത, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇൻസിഡന്റൽ ചാർജസ്, അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റു പല ചാർജസ് ലൈക്ക് ട്രാവലിംഗ് ഫ്രം ദ ഹോസ്പിറ്റൽ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ടു ദ ഹൗസ്, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽസിലേക്കൊക്കെ മാറ്റാനോ ആ ട്രാവലിംഗ് എക്സ്പെൻസുകൾ, അതുപോലെ ഡയറ്റ്, സ്പെഷ്യൽ ഡയറ്റ് എക്സ്പെൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന കവറേജ് ആണ് ക്യാഷ് കവർ. അടുത്ത ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കൊടുക്കുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ഇൽനെസ് ലൈക്ക് ക്യാൻസർ, പാരാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻ ഒക്കെ അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്ന കവറേജ് ആണ്. കാരണം ഇതിന് കൂടുതൽ ദിവസമൊക്കെ നമുക്കറിയാം, കൂടുതൽ ദിവസം പറയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങളൊക്കെ പിടിക്കും ഇതൊക്കെ ക്യൂർ റേറ്റ് വരാൻ, രോഗം മാറി വരാനായിട്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ആ ചെലവ് കൂടി മീറ്റ് ചെയ്യപ്പെടുന്നതാണ് കേട്ടല്ലോ. അടുത്തത് പേഴ്സണൽ ആക്സിഡന്റ് ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഇതൊരു ആക്സിഡന്റ് പോളിസിയാണ്. ബിക്കോസ് ഇറ്റ് വിൽ പ്രൊവൈഡ് ഓൺലി the claim only at the event of any accidents. ഈ ഒരു ഇതിന്റെ ക്ലെയിം നമുക്ക് കിട്ടുന്നത്, ഈ എക്സ്പെൻസ് കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്? ഒരു ആക്സിഡന്റിന്റെ സമയത്ത് മാത്രം. അപ്പൊ നമുക്ക് ഏതെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ആക്സിഡന്റ് കവർ എടുത്തിരിക്കുന്ന അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ആളുകൾക്ക് എന്ത് കിട്ടില്ല? നമുക്ക് വയ്യാണ്ടായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. ഞാൻ ഇതിലേക്ക് വിചാരിക്കാം വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇൻഷുറൻസ് കമ്പനിയോട് വിളിച്ചറിയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ആക്സിഡന്റിന് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു ബെനിഫിറ്റ് പ്ലാൻ വിച്ച് ഈസ് ഒബ്ജക്ട് ടു, അതായത് ഈ പറയുന്ന പോളിസിയിൽ നമുക്ക് ഈ ഒരു എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു തുകയൊക്കെ ആയിട്ട് ഒരുമിച്ചൊരു തുകയൊക്കെ ആയിട്ടായിരിക്കും. ആക്സിഡന്റിലെ ചിലപ്പോ ആക്സിഡന്റിന്റെ ആ ഒരു തീവ്രത ഒക്കെ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് ഒരു എമൗണ്ട് ആയിരിക്കും. ചിലപ്പോഴൊക്കെ ഇത് ആക്സിഡന്റ് കൊണ്ട് ചിലപ്പോ രോഗിക്ക് വല്ല ഡിസബിലിറ്റീസ് അല്ലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല എന്താ പറയാ ഡിസേബിൾമെന്റ് ഒക്കെ ആവാലോ, എന്താ പറയാ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം, ചിലപ്പോ ഇവൺ ഡെത്ത് സംഭവിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതനുസരിച്ച് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉള്ള തുകയായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു കാലോ കയ്യോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി, അപ്പൊ ഇച്ചിരി ആധിക്യം കൂടുതലാണ് ആ ആക്സിഡന്റിന്. വെറുതെ എന്തെങ്കിലും വന്ന് കുറച്ച് ദിവസം ആശുപത്രി കിടന്നു മാറി എന്നുള്ളതിനേക്കാണ് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം പോവുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം അവയവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുമ്പോഴേ നമുക്കെല്ലാം ജോലികളും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്കറിയാം, ഒരുപാട് അത്തരം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ട് മാറുന്നവരുണ്ട്. അപ്പൊ അവരങ്ങനെ പറയാൻ പാടുള്ളൂ.
ഡിസബിലിറ്റി എന്നുള്ളത് ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറയാൻ പാടില്ല. അതിന്റെ പേരില് അതിന് പകരം ഉപയോഗിക്കുന്ന വാക്യം ഇപ്പൊ ഇതാണ് അല്ലെ, ഡിഫറന്റ്ലി ഏബിൾഡ്. നമുക്ക് എല്ലാ അവയവങ്ങളിലും അനുഗ്രഹീതരാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ കഴിവുകൾ ഈ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് അങ്ങനെ മാറ്റി ആ പേരങ്ങോട്ട് മാറ്റി ഡിഫറന്റ്ലി ഏബിൾഡ് എന്നാക്കി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആകുന്നുണ്ട്. പക്ഷെ എങ്കിലും അവയവം എന്ന് പറയുന്നത് ഇല്ലാതാകുമ്പോൾ അതിന്റെ ആ ഒരു നഷ്ടം തീർച്ചയായിട്ടും അതിനൊക്കെ കിട്ടുന്ന ഇൻഷുറൻസ് ആണ് നമ്മുടെ പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആക്സിഡന്റ് പോളിസി ആക്സിഡന്റ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആക്സിഡന്റ് പോളിസി covers the insured for expenses liable to be paid on the account of any accident. അവിടെ വരെ മതി. ഓക്കെ, അടുത്തതാണ് ടോപ്പ് അപ്പ് കവർ. ശ്രദ്ധിച്ച് കേൾക്കണേ. ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ടോപ്പ് അപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ടോപ്പ് അപ്പ് എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ പണ്ട്? പണ്ടെന്ന് പറയുമ്പോ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയില്ല. കുറച്ചു നാളുകളൊക്കെ മുമ്പ് നമ്മുടെ ഈ മൊബൈൽ ഫോണുകളൊക്കെ വരുന്നതിന് മുമ്പേ കുറെ മറ്റേ സ്വിച്ച് ഫോണായിരുന്നു. ആ കുത്തുന്ന ഫോണിലൊക്കെ നമ്മള് 10 രൂപയ്ക്കും 20 രൂപയ്ക്കും 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ ടോപ്പ് അപ്പ് ചെയ്തിരുന്നു. അതിന് നമ്മൾ പറഞ്ഞിരുന്നതൊക്കെ അല്ലെ, റീചാർജ് ഇപ്പൊ നമ്മളിങ്ങനെ ടോപ്പ് അപ്പ് ചെയ്തു. 50 രൂപയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്തു, 10 രൂപയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്തു എന്നൊക്കെ അല്ലെ. ആ ടോപ്പ് അപ്പ് ചെയ്യുമ്പോ 10 രൂപയ്ക്കാണ് ടോപ്പ് അപ്പ് ചെയ്യുന്നതെങ്കിൽ we get the call charge of 7 rupees. ഏകദേശം ഒരു 7 രൂപയുടെ കോൾ ചാർജ് കിട്ടുള്ളൂ. 3 രൂപ കമ്പനിക്ക് വേണമല്ലോ തീർച്ചയായിട്ടും. ഓരോ ചെയ്യുന്നത് ഒരു സർവീസ് ആവുമ്പോൾ സർവീസിന് കൊടുക്കുന്ന ഫീസാണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഈ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്ലാൻ അവിടെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അതില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് നമ്മുടെ ചാർജ് തീർന്നു പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ചെയ്യുന്നു, റീചാർജ് ചെയ്യുന്നു. ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിലാണ്. മനസ്സിലായോ? പ്ലാനോടെ മൊത്തം തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വേറെ പുതിയ പ്ലാൻ നമ്മൾ വീണ്ടും എടുക്കണം അല്ലെ. ഇവിടെ സിമിലർ ലൈഫ് അതുപോലെ തന്നെയാണ്, ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ ടോപ്പ് അപ്പ് ഹെൽത്ത് കവറിന്. ഇതിനകത്ത് പറയുന്നത് നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ പോളിസി എന്ന് വെച്ചാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പോളിസി ഉള്ള ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി ആയിരിക്കാം, ചിലപ്പോൾ 2 ലക്ഷം രൂപയുടെ പോളിസി ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിലാണ് നമ്മൾ ആ പോളിസി എടുത്തിരിക്കുന്നത്. പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഈ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അപകടത്തിൽ വേറെയാണ് രോഗത്തിന് വേറെയാണ്, ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ക്ലെയിം കിട്ടും. 2 ലക്ഷം രൂപ വരെ അപ് ടു 2 ലാക്ക് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? ആ സം അഷ്വേർഡ് എന്ന് പറയുന്നത് 2 ലാക്ക്. ചിലപ്പോ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടും നഷ്ടപരിഹാരം. 5 ലാക്ക് വരെ നഷ്ടപരിഹാരം കിട്ടും. ആ പറയുന്ന ആ തുകയെ നമ്മൾ പറയുന്ന പേരാണ് സം അഷ്വേർഡ്. അതായത് ഇൻഷുറൻസ് കമ്പനി ഉറപ്പ് തരുന്ന ആ തുക എന്ന് വെച്ചാൽ നമ്മൾ രോഗമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ 5 ലക്ഷം രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചെലവുകൾ അവര് ഇൻഷുറൻസ് കമ്പനി ചെയ്യാം. കാരണം അങ്ങനെയാണ് നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നത്, എഗ്രിമെന്റ്. പക്ഷെ ഇനി ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു, ആക്സിഡന്റ് പോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഞാനിപ്പെടുത്തിരിക്കുന്നത് ഒരു 1 ലക്ഷത്തിന്റെ പോളിസി ആയിരുന്നു. പോളിസി ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തില് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ബിക്കോസ് ഐ ആം ഇൻഷുർഡ് അല്ലെ, ഞാനൊരു ഇൻഷുർഡ് ആണ്. ക്ലെയിമിന് വേണ്ടിയിട്ട് അറിയുന്നു. പക്ഷെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് എന്റെ ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ 1 ലക്ഷത്തിന്റെ അബവ് പോകുന്നു. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഷുറൻസിന്റെ സമ്മഷ്യോട് എത്രയാ 1 ലാക്ക്, 1 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പക്ഷെ ട്രീറ്റ്മെന്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ 1 ലക്ഷത്തിൽ കവിയുവാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റൽസ് അറിയിക്കുന്നു ഇത്രയല്ല ഇതിനേക്കാൾ എബവ് പോകും. അപ്പൊ വി ഹാവ് എ ചാൻസ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൂടി ചില ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഇഫ് ഈ നമ്മൾക്ക് ഉണ്ടായിരുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള തുക ഇഫ് ഇറ്റ് ഗെറ്റ്സ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തീർന്നു പോയിന്ന് മനസ്സിലായി, ഇതിനേക്കാൾ കൂടുതലായി പോയിന്ന് ചെലവുകള്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സാഹചര്യം ഉണ്ട്. ആ നിലവിലുള്ള പോളിസിയിൽ തന്നെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. മനസ്സിലായി? ആ എക്സ്ട്രാ കെയർ കൂടി കിട്ടുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ ചെറിയ ഒരു തുക അടച്ച് ആ പോളിസിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു സാധ്യത കൂടിയുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു കവറേജ് കൊടുക്കുന്ന പോളിസിയാണ്
ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? വേറൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയി 1 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിരിക്കുന്ന എന്റെ സം അഷ്വേർഡ് 1 ലക്ഷമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാണ്. ആൻഡ് ഞാനൊരു എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ഒരു എന്താ പറയാ, ആദ്യം കുറച്ച് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു പോളിസി എടുത്തൊരു 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് അസുഖം വന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയി ഒരു 10-40,000 രൂപ ചെലവായി വിചാരിക്കാം. ഓക്കെ, ശരി, കാരണം 1 ലക്ഷത്തിന്റെ ആണല്ലോ, 40,000 തീർന്നിട്ടുള്ളൂ. ഓക്കെ, പോട്ടെ. അടുത്തത് വീണ്ടും വയ്യായിക. ആ ഒരു വർഷത്തിനുള്ളിൽ ഒറ്റ പ്രാവശ്യം വരുള്ളൂ, ഒരു ഗ്യാരണ്ടിയും ഇല്ല കേട്ടോ. ഇല്ല, വീണ്ടും വേറെ എന്തെങ്കിലും ആയിട്ട് അസുഖം വന്നു, വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ വിചാരിക്കാം. മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. എപ്പോഴും എന്ത് വരുമ്പോൾ ഒരു കാര്യവും പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോഴും എന്താ പറയാ, വലിയ കാര്യങ്ങളും ഒക്കെ അവരുടെ എന്തെങ്കിലും വലിയ ഓപ്പറേഷൻ വേണമെന്നോ അതൊക്കെ പറയാണ്. അപ്പൊ പറയാണ് പൈസ ഇത്രയാണ്, 2 ലക്ഷം രൂപ ഇവിടെ കെട്ടിവെക്കുമെന്ന് പറയുന്നത്. നേരത്തെ ഓൾറെഡി 1 ലക്ഷം ഉണ്ടായിരുന്നതിൽ 40,000 ഏതോ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് ആ ഒരു വർഷത്തിന് മുമ്പ് എന്താ പറയാ തീരുന്നതിന് മുമ്പേ നമുക്ക് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ആയി അങ്ങനെ പൈസ കുറച്ച് പോയിരുന്നു. ബാക്കി 60,000 ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഈ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് 2 lakh അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോ നമ്മുടെ ഈ പൈസ തകയോ ഇൻഷുറൻസ് കമ്പനിയുടെ 60 ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പ്ലാനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റി ഏതിൽ കൊടുക്കുന്നുണ്ട്? അത് ആ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ നോക്കി വെച്ചിരുന്ന നല്ല കാര്യമായിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായോ? സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചില പ്രധാനപ്പെട്ട ടൈപ്പുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ആദ്യത്തെ സെന്റൻസും വേണം, പിന്നെ ലാസ്റ്റ് സെന്റൻസ് വേണം കേട്ടോ. ഇൻ കേസ് ഓഫ് ഹയർ എക്സ്പെൻസസ്, എക്സ്പെൻസുകൾ കൂടുതലാവുകയാണെങ്കിൽ ഡ്യൂ ടു ഇൽനസ് ഓർ ആക്സിഡന്റ്, when the existing policy sum gets exhausted, നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള പോളിസിയുടെ തുക എക്സോസ്റ്റഡ് ആയി പോയാൽ, തീർന്നു പോയാൽ, a top-up cover takes care of the extra expenses. എന്നാൽ നമ്മുടെ കയ്യിലുള്ള top-up cover വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ എക്സ്പെൻസുകൾ ചെയ്ത് കിട്ടുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ചെയ്തോ? വായിച്ചു നോക്കാമോ അത് രണ്ടും? Yes. Okay. നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങാം. അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, പിന്നെ ഓരോ ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസുകളുടെ എന്താ പറയാ അഡ്വാൻറ്റേജസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന, നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഒരുപാടുണ്ട് കേട്ടോ. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഒക്കെ നമുക്കറിയാം. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രീമിയം എമൗണ്ട് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. കൂടുതൽ പ്രീമിയംസ് അടയ്ക്കുന്നതനുസരിച്ച് കൂടുതൽ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓരോ ഇൻഷുറൻസിലും ഉണ്ടാകുക. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടറിൽ, പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചിട്ടല്ല, നമ്മള് കുറച്ച് ഗവൺമെന്റ് എന്താ പറയാ ഒരു ഇതുള്ള ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3-4 നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, SHI. ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതിക്കോ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ SHI അതിന്റെ ഷോർട്ട് ഫോം ചെയ്യുക. യെസ്, എന്താണ് SHI? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു മെമ്പർ ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതിന്. മനസ്സിലായി? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസുകൾക്ക് ആർക്കും എടുക്കാൻ പറ്റുന്നതല്ല.
ചില കാര്യങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലേ? ചിലപ്പോ ഏജ് ആകാം, ചിലപ്പോ നമ്മളുടെ സ്റ്റേറ്റസ് ഓഫ് ഫാമിലി സ്റ്റേറ്റസ് ആകാം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചില ആളുകൾക്കൊക്കെ ചില ഇൻഷുറൻസുകളൊക്കെ എടുത്തിട്ടുണ്ടാവും ഗവൺമെന്റിന്റേത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് എല്ലാവർക്കും പുവർ പീപ്പിൾ തുടങ്ങിയ റിച്ച് പീപ്പിൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അത് അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പിന്നെ എന്താ പറയാ, വയസ്സായവർക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസുകൾ അല്ലെ? ഒരു പ്രായം 70 കഴിഞ്ഞവർക്ക് അത്രയൊക്കെ. ചിലപ്പോ ഈ നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസുകാരാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 10-70 വയസ്സൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും കൊടുക്കില്ല. കാരണം 70 വയസ്സ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു എന്താ പറയാ എക്സ്പെക്ടഡ് ലൈഫ് എന്ന് പറയുന്നത്, എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? കൂടുതൽ വർഷങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകുന്നതോറും ആയുർദൈർഘ്യം കുറഞ്ഞാ വരിക. പണ്ടൊക്കെ ആളുകൾ 100-110 വർഷമൊക്കെ ജീവിച്ചിരുന്നു വയസ്സ് വരെ. പക്ഷെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ ജീവിത രീതിയും നമ്മളുടെ ഇക്കണോമിക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ തന്നെയാണ് കുറെയൊക്കെ കാരണങ്ങള്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ്? ഒന്ന്, ഈ പറയുന്ന പ്രോഗ്രാമില് എന്താ പറയാ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഐദർ ബൈ ലോ ഓർ ബൈ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ചെയ്യുന്ന ഒരു ജോലിയില്ലേ, ആ ജോലിക്ക് ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻഷുറൻസിൽ പങ്കാളികളാകും. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇലക്ട്രിസിറ്റിയുമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന മറ്റേ പോസ്റ്റിലൊക്കെ കേൾക്കുന്നവര്, അപ്പൊ ഇലക്ട്രിസിറ്റിയുടെ എന്താ പറയാ പവർ കട്ടോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ വിളിച്ചാൽ ഓടി വരെ, ഏത് പാതിരയാണെങ്കിലും ഏത് മഴയാണെങ്കിലും വന്നിട്ട് സ്വന്തം. അപ്പൊ ഭയങ്കര റിസ്കി ഒരു ജോലിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ എന്താ പറയാ മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നനഞ്ഞ കീട്ടൊക്കെയാണ് ഇവർ ഇതിലൊക്കെ പഠിച്ചു കയറുന്നത്. അപ്പൊ കറണ്ട് നമുക്കറിയാം ഈസിലി പാസസ് ത്രൂ വാട്ടർ, വെള്ളത്തിൽ കൂടെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു സാധനമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ ജോലി ചെയ്തവര് നിർബന്ധമായിട്ടും നിയമപരമായിട്ടും ഗവൺമെന്റിന്റേതായ നിയമത്തിനനുസരിച്ച് ഒരു പോളിസി എടുത്തിരിക്കണം ഇത്തരം കാര്യങ്ങൾ. അപ്പൊ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെയുള്ളവർക്ക് കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അത് നിയമപരമായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ്. ഒരു എക്സാമ്പിൾ ഞാൻ ആ ഒരു ഇതിനെ പറഞ്ഞു മാത്രം, ആ ഒരു ജോലി ചെയ്യുന്ന. അതുപോലെ റിസ്കി ആയിട്ടുള്ള ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം ആ ജോലിയുടേതായ ആ കണ്ടീഷൻ അനുസരിച്ച്, ആ ജോലിക്ക് ഇതൊരു കണ്ടീഷനാണ്, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളായിരിക്കണം. ബിക്കോസ് എപ്പോഴാ എന്താ വരാ പറ്റില്ല നമുക്ക് അറിയാനായിട്ട്. കാരണം ഇത്തരം റിസ്കി ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. മനസ്സിലായോ? മനസ്സിലായില്ലേ? വിട്ടതില്ലല്ലോ ആരും. ഹലോ, ഓക്കെ. കുറച്ചു നേരത്തേക്ക് ആരും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇപ്പുറത്ത് തമ്പിടുന്നുണ്ട്, പക്ഷെ ഇരിക്കുന്നവരെയാണ് ഇപ്പുറത്ത് തമ്മിട്ടാലോ എസിട്ടാലോ ഒക്കെ വിസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ബൈ ലോ നിയമാനുസൃതമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് പ്രകാരം ഈ ഒരു ഇൻഷുറൻസില് പങ്കാളിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഒന്നാമത്തെ കണ്ടീഷൻ. സെക്കൻഡ് വൺ, ഇത് will be given on a group of members and to a limited group of members. ഈ പറയുന്ന ജോലികളിലേക്ക് ഏർപ്പെടുന്ന ആൾക്കാരെ ഒറ്റയ്ക്കല്ല ഇവര് ഇതിന്റെ ഒരു ലൈഫ് ഇൻഷുറൻസ് അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കണ്ടേ. ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കായിരിക്കും. ചിലപ്പോൾ 2-3 പേര് അടങ്ങുന്ന ചെറിയ ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ആണോ, അല്ലാണ്ട് ഒരു 10-100 പേരെ ഒരുമിച്ച് ഒരു ഇതെടുത്തിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് അവരുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കാറില്ല. 2-3-4-5 പേരൊക്കെ വെച്ചിട്ട് ആ ഗ്രൂപ്പായിട്ട് അവരുടെ പേരിൽ ഒരാൾക്ക് എന്താ പറയുക, ഒരാൾക്കല്ല അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. സോ ഇഫ് എനി വൺ ഓഫ് ദം, അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും ഈ പറയുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയൊക്കെ ചെയ്താൽ ഈ ഇൻഷുറൻസിന്റെ പോളിസിയുടെ തുക ഉപയോഗിക്കാം, ക്ലെയിം ചെയ്യാം. ഈ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ ഇപ്പൊ ABCDE എന്ന് പറയുന്ന 5 പേരുടെ പേരിൽ ഒരു പോളിസി എടുത്തിരിക്കുകയാണ്. SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അവർ അത് എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ അതിൽ A എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഹോസ്പിറ്റലൈസ്ഡ് ആയി ആ പോളിസിയുടെ എമൗണ്ട് കിട്ടും. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും കൂടിയുള്ളതാണ്, ഒരാൾക്ക് മാത്രമല്ല. ഇവർക്ക് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അത്
കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടി എടുക്കുന്നുണ്ട്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ അതും ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് വൺ, ഈ പറയുന്ന എന്താ പറയാ ഇൻഷുറൻസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ ഇതിന്റെ പ്രീമിയം ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കണമല്ലോ. ദ എമൗണ്ട് വിച്ച് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. ഇൻഷുർഡ്, അതായത് പോളിസി എടുക്കുന്ന ആള് ഇൻഷുറർക്ക്, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ചെറിയ തുകയോ വലിയ തുകയോ മാസമോ ക്വാർട്ടർലിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു നമ്മൾ തുടക്കം ഇങ്ങനെ തവണകളായിട്ട് അടയ്ക്കുന്നുണ്ട്. അതിനെയാണ് നമ്മള് എന്ത് വിളിക്കുക? പ്രീമിയം. അപ്പൊ ഈ പറയുന്ന പ്രീമിയം ഈ കേസിൽ SHI എന്ന് പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസിൽ ആരാണ് അടയ്ക്കുന്നത്? ഈ പറയുന്ന ആരുടെ പേരിലെടുത്ത് അവരടയ്ക്കണ്ട. ആരടയ്ക്കണം? എംപ്ലോയർ ഷുഡ് പേ ദ കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടി ആരാണ് കാശ് അടയ്ക്കുന്നത്? എംപ്ലോയർ അടയ്ക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ആ ഒരു ജോലിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി ആ ജോലിയുടെ എന്താ പറയാ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലികളാണെങ്കിൽ അത്തരം ജോലികളിൽ ഏർപ്പെടുത്തുന്ന, ഞാനാണ് ജോലി ചെയ്യുന്നത് വിചാരിക്കാം, എന്റെ കീഴിൽ ഞാൻ ചെയ്യുന്ന ജോലി, പക്ഷെ അതൊരു കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ജോലിയാണ്. അപ്പൊ ആ റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് റിസ്ക് കൂടുതലുള്ളതിനെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? അപ്പൊ അവരുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കും. അപ്പൊ എടുപ്പിക്കേണ്ടത് ആരാ? എന്റെ ചുമതലയാണ്. കാരണം സംതിങ് ഇഫ് ഹാപ്പൻസ്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉത്തരവാദിത്തം ഞാൻ പറയണം. കാരണം എന്താ? എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അതൊക്കെ ആകെ അവരുടെ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി ഒക്കെ ആകെ ഡിസോർഡർ ആയി പോകും അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ, എന്തെങ്കിലും ഒരു വലിയ അപകടത്തേക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നൊന്നുമല്ല, എടുത്ത് പിടിച്ചു പറഞ്ഞിട്ടൊന്നുമല്ല അസുഖങ്ങളും അപകടങ്ങളും വരിക. പക്ഷെ എങ്കിലും നമ്മൾ അതിലേക്ക് മിനിമൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു ദിവസം വരും, പിന്നെ എന്തിനാ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ഈ നമ്മളുടെ ഒരു അഭാവം കൊണ്ട് നമ്മൾ ചിലപ്പോ ഒരു എന്താ പറയാ ലോൺ എടുത്ത ആളാണ്, പെട്ടെന്നൊക്കെ ആൾക്കത് തീർക്കാൻ പറ്റാതെ ആൾ മരിച്ചുപോയി. സോ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ കുറച്ചെങ്കിലും ഒക്കെ കുറയ്ക്കാനായിട്ട് ആ ഒരു ആളുടെ നഷ്ടം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഈ പറയുന്ന അപകടങ്ങളൊക്കെ എന്തെങ്കിലും വന്നു, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, അപ്പൊ അതിന് അവരെ ആശുപത്രി കൊണ്ടുപോകണം, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. സോ അത് എംപ്ലോയറെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളാണ്. ഒരു ബിസിനസ് ഉടമയ്ക്ക് ഈ പറയുന്ന ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല, അപ്പൊ ഞാൻ ആശുപത്രി കൊണ്ടുപോകണം. സോ നമുക്കറിയാം ഈ പറയുന്ന കാശൊക്കെ ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ ലാഭത്തെ കുറയ്ക്കും, ഇങ്ങനെ ഉണ്ടാകുന്ന ചെലവുകൾ. അപ്പൊ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് അവരുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസിന്റെ തുക കമ്പനി തരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു ചെറിയ പ്രീമിയം ആണെങ്കിലോ വലിയ പ്രീമിയം ആണെങ്കിലോ ആരടയ്ക്കണം? അത് നമ്മുടെ എംപ്ലോയർ. ഗവൺമെന്റിന്റെ ഒക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ തുകയേ ഉള്ളൂ. അപ്പൊ എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കേണ്ടത്, അല്ലാണ്ട് മറ്റവർ അടയ്ക്കണ്ട. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻസ്. SHI എന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു മെമ്പർ ആകാൻ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഈ 3 കണ്ടീഷൻസ് നമുക്ക് ബാധകമാണ് എന്നുള്ളതാണ്. എന്താ? ഒന്ന്, ആ ജോലിയുടെ നിയമം, ജോലിയുടെ സ്വഭാവം അനുസരിച്ച്, ജോലിയുടെ വ്യവസ്ഥകൾ പ്രകാരം നിയമാനുസൃതമായിട്ട് ഒരു ഇൻഷുറൻസ് SHI എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് പ്രൊവൈഡഡ് ടു എ ഗ്രൂപ്പ് ഓൺലി എ ലിമിറ്റഡ് ഗ്രൂപ്പിലേക്കാണ് കൊടുക്കുക. അത് ലിമിറ്റഡ് നമ്പേഴ്സുള്ള ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഇൻഷുറൻസ് തുക, that means the amount, the contribution is to be paid by the employer on behalf of employee. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് ഇതിന്റെ പൈസ അടയ്ക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇനി let's see what are the features or benefits of government social health insurance. നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതിന്റെ ബെനിഫിറ്റുകൾ, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഗവൺമെന്റ് നിയമപരമായി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പ്രത്യേക അവസ്ഥയിലുള്ള ചില തൊഴിലുകൾ ചെയ്യുമ്പോൾ അതിന് നിർബന്ധമായിട്ടും ഈ പറയുന്ന ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് കൊടുക്കുന്നതൊക്കെ വില കുറച്ചാ കൊടുക്കുന്നത് അല്ലെ? നമ്മള് ഗവൺമെന്റിന്റേതായിട്ടുള്ള റേഷൻ കടയിൽ നിന്നും അരി വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്ന് 50-55 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു. അരി വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അപ്പൊ നമുക്ക് കാര്യമില്ല അല്ലേ? അപ്പൊ
നമ്മള് അതെല്ലാവർക്കും എന്താ പറയാ അങ്ങനെ വാങ്ങിച്ച് ചിലപ്പോ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ കാർഡ് വൈസ് നമ്മളെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ ഒരു ഇൻകം ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത് അവർക്ക് താങ്ങാൻ പറ്റില്ല അത്രയും വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അരിയൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക പുവർ പീപ്പിളിനെ, ബിലോ പോവർട്ടി ലെവൽ ആളുകളേക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് റേഷൻ കടയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വില കുറഞ്ഞ രീതിയിൽ അരിയും മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളതിനെല്ലാം വില കുറവായിരിക്കും. ലൈക്ക്വൈസ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും നമ്മുടെ SHI പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഒപ്പമാണ്. തീർച്ചയായിട്ടും അതും ലോ കോസ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ബെനിഫിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മുഴുവനായിട്ട് പഠിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം, സെന്റൻസ് അണ്ടർലൈൻ ചെയ്തുതരാം, അങ്ങനെ പഠിച്ചാൽ മതി. ഇനി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു BPL ഫാമിലീസ്. BPL ഫാമിലീസിനും ഇതിനകത്ത് പങ്കാളികളാക്കാം. BPL അത് ബിലോ പോവർട്ടി ലെവലിലുള്ള ആളുകൾക്ക്, അത്തരം ഫാമിലീസിനും ബെനിഫിറ്റ് നൽകുന്ന ഒരു പോളിസിയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ പുവർ പീപ്പിൾ. ദരിദ്രരായിട്ടുള്ളവർക്ക് ഒത്തിരി ഇൻകം ബേസിലാണ്. ദരിദ്രരുടെയൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക, ഇൻകം ബേസിലാണ്. അപ്പൊ ഇൻകം ബേസിൽ പുവർ പീപ്പിളിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോളിസി ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ പ്രീമിയം ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, പൈസ കുറച്ചല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, ഇത്രയും വലിയ എന്തെങ്കിലും അസുഖം വന്നു വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ എങ്ങനെ പോയി ചികിത്സ നേടും, ഗവൺമെന്റ് നിങ്ങളുടെ തുച്ഛമായ പൈസ അടച്ചിട്ട് ഞാൻ ഇപ്പൊ ചിലപ്പോ ഒരു ഇയറിൽ ഒരു വർഷം ചിലപ്പോ എന്താ പറയാ 100 രൂപ അടച്ചിട്ട് പോളിസിയിൽ പങ്കെടുക്കാം. ഗവൺമെന്റ് അങ്ങനെയൊക്കെ ഓഫർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വർഷത്തില് 1000 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. ആകെ ഒരു വർഷത്തിലാണ് ഇത്രയും രൂപ കൊടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ നമുക്ക് ഈ 1000 രൂപ അടച്ചിട്ട് ഇത്രയും വലിയ എമൗണ്ടിന്റെ ചികിത്സ കിട്ടുമോ എന്ന സംശയം വേണ്ട. ഇവിടെ പറയുന്ന പോളിസി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും സർവീസ് നേടാവുന്നതാണ്. ക്ലിയർ ആയോ? 4 പോയിന്റ് ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ബെനിഫിറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഞാനൊന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. SHIയുടെ ബെനിഫിറ്റ്, SHIയുടെ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരാം. ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്, ലോ കോസ്റ്റിൽ ഓഫർ ചെയ്യുന്നു. പിന്നെ BPL families also can get insurance benefits. കേട്ടോ, BPL families can also get insurance benefits. പിന്നെ coverage for the poor people. മൂന്നാമത്തേല് coverage for the poor people. ലാസ്റ്റത്തേല് treatment in both the private and government hospitals. Treatment in both the private and government hospitals. ഓക്കെ ആയോ? അപ്പൊ നമ്മള് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് ഓഫർ ചെയ്യുന്ന പുവർ പീപ്പിളിന് BPL ഫാമിലീസിനൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. പഠിച്ചത് ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം മാത്രം വരെ. SHI ഒന്ന് മുഴുവൻ വായിച്ചു നോക്കിയേ. എടുക്കട്ടെ? വായിച്ചോ? അടുത്ത പറയട്ടെ? യെസ്, അടുത്ത
വീണ്ടും മറ്റൊരു ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ആ പേര് കേൾക്കുമ്പോ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടുണ്ടാവും. എംപ്ലോയീസിനെ ഉദ്ദേശിക്കുന്നതാണ്. ESI എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് ഇതിലും, അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞ SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അധികം കേട്ടിട്ടില്ലെങ്കിലും ESI എന്നുള്ള ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതാണ്. ചില ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെ കുറച്ച് കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1948 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയൊക്കെയാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇത് നിലവിൽ വന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESIS കൂടി ലാസ്റ്റ് വരുമ്പോൾ അത് ഇങ്ങനെ വായിക്കണം, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഇത് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് രണ്ടും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ക്യാഷ് ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്, കാശായിട്ടും അതുപോലെ മെഡിക്കൽ ബെനിഫിറ്റും ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്കീം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതായത് ഈ പറയുന്നതിനെ നിയന്ത്രിക്കുന്നതാണ്. നമ്മുടെ ESIയിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ് കേട്ടോ നമ്മുടെ ESIC, സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ സ്കീമിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇതൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. വിച്ച് ഇസ് ലെഡ് ബൈ, അത് നയിക്കുന്നത് അതിനകത്ത് ആരാണെന്നറിയാമോ? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ, അത് ചെയർമാൻ ആയിരിക്കും. ഡയറക്ടർ ജനറൽ, ചീഫ് എക്സിക്യൂട്ടീവ്, ഇവർ രണ്ടുപേരുടെ നേതൃത്വത്തിൽ ഇവരാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ് ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസുകളുടെ ആ സ്കീമിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെമി ഗവൺമെന്റ് ബോഡി. മനസ്സിലായോ? ആ ഫുൾ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ അധികം ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. ഇത് ഓരോ ഇൻഷുറൻസില് ഈ ESIയില് എന്തൊക്കെ കാര്യങ്ങളാണ്, അതെന്ന് നിലവിൽ വന്നു, എങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നു എന്നുള്ളതൊക്കെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഇനി അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ച് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ? 1948 എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് തുടങ്ങുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ. ഗവൺമെന്റ് ബോഡിയുടെ എന്താ പറയാ ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? ഡയറക്ടർ ജനറൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് നിലവിൽ വന്നു 1948. ESIS ഫുൾ ഫോം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അതെന്താ പറയാ, മൊത്തത്തിലൊന്ന് ബ്രാക്കറ്റ് ഇടുവോ ആ പോയിന്റ് അങ്ങനെ തന്നെ ടിക്കിടോ എന്തെങ്കിലും ചെയ്താൽ മതി. വരേണ്ട കാര്യമില്ല. കുറെ പേർക്ക് ഓക്കെ അല്ലേ? യെസ്. അടുത്തത്, അപ്പൊ ഈ ESI നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനകത്ത് ഇൻ ഓർഡർ ടു മേക്ക് യൂസ് ഓഫ് ദ ബെനിഫിറ്റ്, ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും എപ്പോഴും വേണമെങ്കിലും അങ്ങനെയൊക്കെ അതിന് ചെറിയ ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് to make use of this benefit, ഇതിന്റെ ഒരു നേട്ടം കിട്ടണമെങ്കിൽ the worker, the employee has to be worked for 78 days before that sickness. ആ ഒരു രോഗം, ഇപ്പൊ രോഗം വന്നു, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, അപ്പൊ ഞാൻ ഇവിടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ESI ഉള്ള ഒരാളാണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ ഒരു മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻഷുറൻസിൽ എടുത്ത് ഞാൻ എന്ന് വിചാരിക്കാം. ഞാൻ എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ആ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് ഞാൻ അതിന് തൊട്ട് മുന്നേ 78 ദിവസം അവിടെ ജോലി ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ ഇന്ന് വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോ ESIയുടെ ബെനിഫിറ്റ് കിട്ടില്ല എന്നർത്ഥം. മനസ്സിലായോ? 78 ദിവസമെങ്കിലും എനിക്ക് ജോലി ചെയ്തിരിക്കണം. ആ ഒരു ടൈം പീരീഡ് ജോലി ചെയ്തിട്ട് അതിനുശേഷമാണ് 78 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് അസുഖങ്ങൾ വരുന്നതെങ്കിൽ മാത്രമേ ഐ വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ESI. ESIയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? സെന്റൻസിന്റെ മീനിങ് മനസ്സിലായോ?
അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റിന് അർഹതയുണ്ടാകണമെങ്കിൽ മെറ്റേണിറ്റി നമ്മുടെ പ്രസവ സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതിന് ഉള്ള കാര്യങ്ങൾക്ക് അവധി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ the woman should have worked for 70 days before the sickness. അല്ലെങ്കിൽ ആ ഒരു ഇതിന് തൊട്ട് മുൻപ് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് തൊട്ട് മുൻപ് 70 ദിവസം ജോലി ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ഒരു 2-2.5 മാസം അല്ലെ 2.5 മാസത്തിൽ കൂടുതലൊക്കെ ജോലി ചെയ്തു. ഏകദേശം ഒരു എന്താ പറയാ അതെ 2.5 മാസത്തിന്റെ അടുത്തൊക്കെ ജോലി ചെയ്താൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റിന് അവൈലബിലിറ്റി കിട്ടൂ. ക്ലിയർ ആയോ? അപ്പൊ എല്ലാ എംപ്ലോയീസിനും 78 ദിവസമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ ESI ബെനിഫിറ്റിന് അർഹതയുള്ളൂ. അതേസമയം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റിനാണെങ്കിൽ അവര് അത് 70 ഡേയ്സ് അവര് ഇതിനു മുമ്പ് അവര് എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡാക്കോ അതിന് മുമ്പ് ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ 2 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യോ, ടിക്കറ്റോ എന്തെങ്കിലും ചെയ്തു വയ്ക്കണേ. മനസ്സിലായോ? എന്താ പറഞ്ഞോട്ടെ? യെസ്. ഇനി ഈ ഒരു എന്താ പറയാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇത്തരം ഒരു സ്കീം ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ലെങ്കിൽ സ്പെഷ്യലി ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഹെൽപ് ദ ഫാക്ടറി വർക്കേഴ്സ്. ഫാക്ടറി ജോലിക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ്. ഫാക്ടറിയിലൊക്കെ ഉള്ള ജീവനക്കാരെ പണ്ടൊക്കെ ഇഷ്ടംപോലെ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. പല പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളെയാണ് നമ്മള് എന്താ പറയാ ഫാക്ടറീസ് വിളിക്കുക. അപ്പൊ ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്താ പ്രത്യേകത അറിയോ? അതിനകത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഈ ഗ്യാസ് എന്താ പറയാ പോയിസണസ് ഗ്യാസ് ഫ്യൂംസ് ഒക്കെ ഇങ്ങനെ ശ്വസിച്ച് ഭയങ്കര വയ്യായികളൊക്കെ എപ്പോഴും വരും. മനസ്സിലായോ? അവർ ഈ പൊടിപടലത്തിലും അല്ലെങ്കിൽ കാരണം ഉത്പാദനവുമായി നേരിട്ടുള്ള ബന്ധമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന പൊടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്വസിച്ചൊക്കെ പല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്കൊക്കെ എപ്പോഴെപ്പോഴും അസുഖങ്ങൾ ചുമയായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആവും. കുറച്ചൊക്കെ ദിവസത്തിൽ ചുമച്ച് കഴിയുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും, ഹോസ്പിറ്റലൈസ്ഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത്തരം ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതി ആദ്യമൊക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒക്യുപേഷണൽ ഹസാർഡ്സ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പല അപകടങ്ങള് പല അപകട സാധ്യതകള് ഒക്കെ ഒഴിവാക്കാനും ഒരു പരിധിവരെ അതിലേക്ക് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ ഫാക്ടറീസ് ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ ഇനി ഇതിനകത്ത് ആർക്കാണ് എല്ലാ വർക്കേഴ്സിനും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടീഷൻ പറയുന്നത് വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് ₹21,000 പെർ മന്ത്. ഒരു മാസത്തില് 21,000 രൂപയിൽ കൂടുതൽ കിട്ടാത്ത എല്ലാ വർക്കേഴ്സിനുമാണ്. ഒരു മാസമല്ലേ ശമ്പളം അല്ലെങ്കിൽ വേജസ് കിട്ടുന്നത് 21,000 രൂപയിൽ താഴെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനകത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലുള്ളവർക്ക് ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയോ? പ്രൈമർലി ഡിസൈൻഡ് ഫോർ വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഫാക്ടറി വർക്കേഴ്സ് ഇഷ്ടംപോലെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതില് 21,000-നേക്കാൾ കുറവ് വേജസ് ഡ്രോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ മനസ്സിലായോ? 2 പോയിന്റ് കൂടെ ഉള്ളൂ. 2 പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തത് ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു കാര്യം പറഞ്ഞു. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. പ്രീമിയം അടയ്ക്കുന്നത് പ്രീമിയം എത്രയാണോ അത് മാസമാണോ അല്ലെങ്കിൽ ആനുവൽ ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ SHIയില് എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇൻ ദിസ് കേസ് ESIയില് both the employer and also employee have to pay the contribution. രണ്ടുപേരും കൊടുക്കണം. എംപ്ലോയർ അതായത് ജോലി ചെയ്യിപ്പിക്കുന്ന ആള് ജോലിയുടെ ഉടമസ്ഥരുണ്ടല്ലോ അവരും എംപ്ലോയി ആയിട്ടുള്ള ആളും രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ കോൺട്രിബ്യൂഷൻസിൽ വ്യത്യാസമുണ്ട്. എംപ്ലോയർ ഷുഡ് ഹാവ് ടു പേ 3.25% ഓഫ് ദ വേജസ്. ആ ജോലിക്കാരന്റെ ആ എംപ്ലോയിയുടെ വേജസ് എത്രയാണോ കൂലി എത്രയാണോ 21,000 താഴെ വരാൻ പാടുള്ളൂ അതിന്റെ എത്ര കൊടുക്കണം? 3.25% എംപ്ലോയർ കൊടുക്കണം. കൂടുതൽ ഭാഗം കൊടുക്കേണ്ടത് എംപ്ലോയർ ആണ്. നമ്മുടെ എംപ്ലോയി കൊടുക്കേണ്ടത് എത്രയാണ്? 0.75% ആണ്. എംപ്ലോയി അയാളുടെ വേജസിന്റെ 0.75% കൊടുത്തായിരുന്നു. മൊത്തം 4% ESIയിലേക്ക് ആരുടെ പോകുന്നത്? ആ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ആയിട്ട് പോകുന്നത്. ആളുടെ കൂലിയുടെ മൊത്തം 4%. ആ മൊത്തം 4% സ്പ്ലിറ്റ് ചെയ്താണ് എംപ്ലോയർ 3.25%ഉം എംപ്ലോയി 0.75%മാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ESIയില് അങ്ങനെയാണ്. മനസ്സിലായ?
ഒരു 10,000 രൂപ വേജസ് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ 10,000ന്റെ 3.25% എംപ്ലോയർ കൊടുക്കണം. 10,000ന്റെ 0.75% എംപ്ലോയി കൊടുക്കണം. ക്ലിയർ ആയ? മനസ്സിലായ? യെസ്. ആൻഡ് ലാസ്റ്റ് വൺ, ഈ പ്രീമിയം നമ്മൾ കൊടുക്കുമ്പോ വേറൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ദ എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് ലെസ് ദാൻ 176 rupees പെർ ഡേ, ഒരു ദിവസത്തില് എന്താ പറയാ 176 രൂപയിൽ കുറവ് വേജസ് വാങ്ങിക്കുന്നത് ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്യൂലേ? 21,000 രൂപ മാസത്തിന്റെയാ പറഞ്ഞത്, അതിൽ കൂടുതലാവാൻ പാടില്ല. അതിൽ താഴെയുള്ളവർക്കാണ് ESI കിട്ടുള്ളൂ. അതേസമയം ഒരു ദിവസത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ 21,000 താഴെ 20,000 രൂപ വേജസ് വാങ്ങിക്കുന്ന ആള് ഒരു മാസത്തെ കണക്കെടുക്കുമ്പോ 30 ദിവസമാണെങ്കിൽ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസത്തെ കിട്ടുമല്ലോ കൂലി. ആ ഒരു ദിവസത്തെ കൂലി 176 രൂപയിൽ താഴെയാണെങ്കിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ അടയ്ക്കാണ്. അത്ര ഉള്ളു. മനസ്സിലായ? എംപ്ലോയി കൊടുക്കേണ്ട 0.75% ഇല്ലേ? ആള് കൊടുക്കണ്ട, എംപ്ലോയർ മാത്രം അടച്ചാൽ മതി. ക്ലിയർ ആയോ? അവസാനത്തെ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മളുടെ ESIയില് നമുക്ക് കിട്ടുന്ന ESIനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്നാണ് നിലവിൽ വന്നത്. ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ ചെയർമാൻ, ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ്, ആരാണ്, പിന്നെ എന്തൊക്കെയാണ് അത് കിട്ടാൻ വേണ്ടിയുള്ള കണ്ടീഷൻസ്, പിന്നെ ആ സ്കീം ആർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, എത്ര രൂപയാണ് ഉള്ളവർക്കാണ് കിട്ടുക, അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് ഒക്കെയാണ് ESIനെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ ഇവിടെ വരെ? യെസ്. അപ്പൊ അവിടെ വരെ നന്നായിട്ട് വായിച്ചിട്ട് വരിക. പഠിക്കേണ്ട കുറെ ഭാഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് നന്നായി പഠിക്കൊന്നും വേണ്ട, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഓക്കെ. സോ അടുത്ത ദിവസം കാണാം. താങ്ക് യു.